വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അമ്മയിൽ ഭിന്നത ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. വൈസ് പ്രസിഡന്റ് ജഗദീഷ് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞതിനേക്കാൾ പറയുന്നു. താങ്കളുടെ ടോണും കുറച്ചുകൂടി സിദ്ദിഖിനേക്കാൾ കുറച്ചുകൂടി ബലമുള്ളതാണ്. ഈ പരാതിയില്ലെങ്കിലും കേസെടുക്കണം എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്കാർക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജഗദീഷിനത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ അല്ലല്ല, സെക്രട്ടറിയും പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഇത് അന്വേഷിക്കണം, ഇത് അന്വേഷിച്ച് ഇതിൽ തെറ്റുകാരെ കണ്ടെത്തണം. ഞങ്ങളെ പോലത്തെ നിരപരാധികളായ ആൾക്കാർക്ക് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ദുഷ്പേര് കേൾക്കാൻ താല്പര്യമില്ല. തെറ്റ് ചെയ്തവരെ കൊണ്ടുവരൂ, തെറ്റ് ചെയ്തവരെ കണ്ടെത്തൂ, അവരെ ശിക്ഷിക്കാൻ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥയാണ്. കാര്യം ഈ തൊഴിൽ മേഖലയെ വൃത്തികേടാക്കുന്ന ആൾക്കാരെ നമുക്കും സഹിക്കാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഈ ഒറ്റപ്പെട്ടതല്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. പക്ഷേ ഒറ്റപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് എത്ര എണ്ണം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചൊരു ഒറ്റപ്പെട്ട സംഭവം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യം നമ്മളിത് ആദ്യമായിട്ട് അറിയുന്ന സംഭവമാണ്. നമ്മൾക്കിത് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ഇങ്ങനെ സംഭവങ്ങൾ ഇത്ര ഇതായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഇത് കാര്യം അറിയാം. ഇപ്പം തൊഴിൽ മേഖലകൾ ഇപ്പം മഞ്ജുഷിനറിയാം, നിങ്ങളുടെ ചാനലുകളിലായാലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായാലും ഇതുപോലെയുള്ള ഈ പറഞ്ഞ പ്രണയങ്ങളും ഈ മറ്റ് സെക്ഷുവൽ റിലേഷൻസും ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യരാശിക്കുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പ്രശ്നമാണത്. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സിനിമയിൽ വരുമ്പം ഇത് ഫോഴ്സ്ഫുള്ളായിട്ട് ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ത്രട്ടൺ ചെയ്തുകൊണ്ട് ആൾക്കാരെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതിനും വശമതമാക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഏത് ഫീൽഡിലായാലും അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര കണ്ട് ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയ ആൾക്കാർ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും താമസിക്കുന്നതും അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹോട്ടൽ മുറിയെടുത്ത് ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് താമസിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടം വന്നാൽ അതിനെ ഒന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്തിട്ട് കുറ്റക്കാരാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇഷ്ടമില്ലാതെ ഭീഷണിപ്പെടുത്തി വശമതനാക്കുന്നതോ തെറ്റാണ്. അത് സ്ത്രീക്ക് സംഭവിച്ചാലും പുരുഷനും സംഭവിച്ചാലും അത് തെറ്റാണ്. ആ തെറ്റുകളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തും. നമ്മൾ സംഘടനയുടെ കൂടെ ചലിക്കാൻ അവരെ സമ്മതിക്കില്ല. ജഗദീഷ് പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അതേപോലെ തന്നെ ഗണേഷ് കുമാറിനെ പരാമർശിക്കുന്ന ഭാഗവുമുണ്ട്. തിലകനെ സീരിയലിൽ തടഞ്ഞത് ഗണേഷ് കുമാർ ആണ് എന്ന് തന്നെ കൃത്യമായിട്ട് ആ ആത്മാ പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗണേഷ് കുമാറിന്റെ സ്വാധീനവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിലെ തടസ്സമായി നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പൊതുസമൂഹം ചോദിക്കുമ്പോൾ അമ്മയ്ക്കും അതിനകത്ത് ഉത്തരം പറയേണ്ടതുണ്ട്. അല്ല, ബാക്ക് ഫുട്ട് അല്ല, അതിന് വേണ്ട നടപടി എന്താന്ന് നമുക്ക് കമ്മിറ്റി കൂടി തീരുമാനിച്ചെടുത്താൽ പോരെ. അല്ല, അതിനകത്ത് ബാക്ക് ഫുട്ടോ ഫ്രണ്ട് ഫുട്ടോ എന്നുള്ളതല്ല മഞ്ജുഷേ. ആ വിഷയത്തിന് ആസ്പദമായ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളോ ആൻസറുകളോ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. കാരണം തിലകൻ സാറ് എത്രയോ വർഷമായി തിലകൻ സാർ മൺമറഞ്ഞു പോയി. തിലകൻ സാറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് വായിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പ്രതികരിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും ഒരു ടാക്ടിക്കലായുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 5 ദിവസം പ്രതികരിക്കാതിരുന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ ശരി, ഞങ്ങൾ ഇരകൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്ന രീതിയിലുള്ള ടാക്ടിക്കൽ അപ്രോച്ച്. അല്ല, ടാക്ടിക്കൽ നല്ല നമ്മൾ ദൈവമേ ഇത് നല്ലത് പറഞ്ഞാലും കുഴപ്പമാവുമോ മഞ്ജുഷേ? ഇത് ടാക്ടിക്കൽ ഒന്നും അല്ലെന്ന്. ഇത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതിനെ ഏറ്റവും ശുദ്ധീകരണത്തിലൂടെ നല്ല രീതിയിൽ സംഘടനയ്ക്കും സിനിമയ്ക്കും ഗുണം കിട്ടുമെങ്കിൽ അതാവട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശശുദ്ധിയോടെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ പത്രക്കാര് ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ.
അല്ല, അപ്പൊ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങള് നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു ടാക്ടിക്കൽ മീറ്റിംഗും കഴിഞ്ഞിട്ടല്ല, സത്യസന്ധമായിട്ട് അമ്മയുടെ തീരുമാനങ്ങൾ ജനത്തിനോട് പറയുക. ശരി. ഇനിയിപ്പോ പൊതുസമൂഹം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ വ്യക്തമാകും. വൈകിപ്പോയതിന്റെ കേട് തീർത്ത് സത്യസന്ധമായിട്ട് അമ്മയുടെ വികാരം ജനങ്ങളെ അറിയിക്കണം. ശരി. നന്ദി ശ്രീ ജയൻ ചേർത്തല, അമ്മ വൈസ് പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഇപ്പോൾ ദിവ്യ